കാര്യമായ കുതന്ത്ര മെനയലുകളോ കുതികാൽ വെട്ടലുകളോ ആക്രോശങ്ങളോ ഇല്ലാത്തൊരു തണുത്ത മരുഭൂമി പോലെയായിരുന്നു ഇന്നലത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ്. ഇമേജ് കോൺഷ്യസ് അല്ല എന്ന് റിപ്പീറ്റഡ്ലി പറയുന്ന ജാസ്മിന്റെ കോൺഷ്യസ്നെസ്സും കൊടുങ്കാറ്റും കാട്ടുതീയും ഒക്കെ ആയിട്ട് വരുന്നവരുടെ തിരിച്ചുവരവും ഒക്കെയായിരുന്നു ഒരു 46ാമത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കാര്യമായ ഗെയിമോ സ്ട്രാറ്റജികളോ മെനയിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഗെയിം എല്ലാം തിരിച്ചു പിടിക്കാനും ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ക്ലാരിറ്റി കൊടുക്കാനും ആർക്കും തകർക്കാൻ കഴിയാത്ത കോട്ടമതിലിന്റെ പിളർപ്പും സിജോയുടെ നടയടിയും മാത്രമൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ജബ്രി കോംബോ പിളർന്നു കഴിഞ്ഞു, രണ്ടും രണ്ട് വഴിക്കായി കഴിഞ്ഞു. ഇനി മുതൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഗെയിമാണ്, ജബ്രികളുടെ ഗെയിം ഇനി ഇല്ല എന്നുള്ളത് പ്രേക്ഷകരെയും ആ വീട്ടിലുള്ളവരെയും വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടെ. അത് ഗെയിമിന്റെ ഭാഗമാണോ അതോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുള്ള സ്ലിറ്റ്നെസ് ആണോ എന്നറിയില്ല. പക്ഷെ ജാസ്മിന് വേണ്ടുന്ന ആ ഒരു ക്ലാരിറ്റി എന്താണെന്നുള്ളത് ഗബ്രിയുടെ വായിൽ നിന്നും വീഴിക്കാനായിട്ട് ജാസ്മിൻ ഇന്നലെ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഭാവാഭിനയങ്ങൾക്കും അതിനുമപ്പുറം നവരസങ്ങൾക്ക് പുറമെ കണ്ടുപിടിച്ച കുറച്ച് രസക്കൂട്ടുകളുടെ അരങ്ങേറ്റം ഒക്കെ തന്നെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ മുഴുവനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ സിജോയുടെ ഒരു കംബാക്ക് എൻട്രിയും ഒക്കെ കൂടിയിട്ട് ഒരു വലിയ കാര്യമായിട്ടില്ലാത്ത എന്നാൽ കുഴപ്പമില്ലാത്ത ഒരുതരം എപ്പിസോഡായിരുന്നു. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 46. 45ാമത്തെ ദിവസമാണ്. വീണ്ടും ആ വീട്ടിൽ 20 മത്സരാർത്ഥികളാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സമയത്ത് നമ്മുടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ടായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മിത്രമായിട്ടിരുന്ന ആളുകൾ അത് പിന്നീട് അത് ശത്രുവാകുന്നതിനെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ആ ഒരു മിത്രമായിരിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളെപ്പറ്റി അവർക്ക് അറിയാവുന്ന കാര്യങ്ങളും ശത്രുവാകുന്ന ഒരു സമയത്ത് അവർ തിരിച്ചുപയോഗിക്കും എന്നതാണ് ആ പേടിയുടെ കാരണം. ഇവിടെ ഗബ്രിക്കും സംഭവിക്കുന്നത് അതാണ്. ഗബ്രി ഇന്നലത്തെ എപ്പിസോഡിൽ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ഗബ്രി വല്ലാതെ വീക്കായി പോകുന്നുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം ഗബ്രിയുടെ ഏറ്റവും വലിയ ടെൻഷൻ ആ വീട്ടിൽ മറ്റാർക്കും തന്നെ തോൽപ്പിക്കാനാവില്ല, പക്ഷെ ജാസ്മിൻ അത് പറ്റും എന്നുള്ളതാണ്. അതിന്റെ റീസണും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ജാസ്മിന് എല്ലാം അറിയാം, അല്ലെങ്കിൽ ജാസ്മിൻ ആ ഒരു മെന്റൽ കണക്ഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് അതൊരു ദിവസം നേരെ തിരിഞ്ഞു കളിച്ചിട്ടുണ്ടെങ്കിൽ എന്താകും എന്നുള്ള ഭയം ഗബ്രിക്ക് നല്ല രീതിയിലുണ്ട്. ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയൊരു ഗെയിം, തിരിച്ചുള്ള ഒരു ഗെയിം ഗബ്രി പ്രതീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. ജാസ്മിനും 45ാമത്തെ ദിവസമാണ് എന്നുള്ള ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് കേട്ടപ്പോഴായിരിക്കും ഇത്രയും ദിവസം ആയല്ലോ എന്നുള്ളത് ഓർത്തിട്ടുണ്ടാവുക. ഇനിയെങ്കിലും ഒരു പിടിച്ചു നിൽപ്പോ അല്ലെങ്കിൽ ഗെയിം മാറ്റി പിടിക്കലോ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിൽ പുല്ലുവിലയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ജാസ്മിൻ ഗെയിം മാറ്റി പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസത്തെ ടവർ ടാസ്ക് കൊണ്ടിട്ട് ക്ഷീണിച്ച് എല്ലാവരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി വീക്കായിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഫിസിക്കലി എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള അറ്റാക്കുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ടേക്ക് കെയർ ചെയ്യലും ഒക്കെ ആയിരുന്നു രാവിലത്തെ ആ വീട്ടിലുണ്ടായിരുന്ന സീൻ എന്ന് പറയുന്നത്. ആ ഒരു സമയത്താണ് ബിഗ് ബോസിന്റെ ആ ഒരു സോങ് വരുന്നതും എല്ലാവരും എന്താണെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു വെൽക്കം ബാക്ക് എന്നുള്ളൊരു ബോർഡ് കാണുന്നു. അപ്പൊ ആ ഒരു സമയത്ത് പലരും അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സിജോ ആയിരിക്കും. പിന്നെ ചിലര് വേറെ ആരോ ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും അതിനുശേഷം സിജോ ആണ് ആ വീട്ടിലേക്ക് വന്നത് എന്ന് കണ്ടു കഴിഞ്ഞപ്പം ഈ കാത്തിരുന്ന വഴിപാടും നേർച്ചയും നേർന്നിരുന്ന ആൾക്കാരെ പോലെ അല്ലെങ്കിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന പോലെയോ എന്നും ഒരു 10 മിനിറ്റ് സിജോയെ പറ്റി വൈകുന്നേരം സംസാരിക്കാതെ ഉറങ്ങാത്ത ആളുകളുടെ അത്തരത്തിലുള്ള കുറെ ഫീലിങ്സുകളാണ് അവിടെ കാണിച്ചു കൂട്ടിയത്. സിജോ വന്നപ്പം ഒരുപാട് ആളുകൾക്ക് മുഖം മാറുന്നതും എക്സ്പ്രഷൻ അല്ലെങ്കിൽ അവര് പ്രത്യേകിച്ച് ജിൻഡോയൊക്കെ സംബന്ധിച്ച് ജിൻഡോ ബിഗ് ബോസിന്റെ വിന്നർ ആണ് എന്നുള്ളത് സ്വയം മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഇനി എന്താകും എന്നുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളും സായിയുടെ മുഖത്തുള്ള ചേഞ്ചസ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് പേര് ഇനി ഗെയിം ഇതിനി എൻ്റെ കയ്യിലാണെന്ന് ചിന്തിച്ചിരുന്നവർക്കൊക്കെ ഉള്ള ഒരു തിരിച്ചടി പോലെയായിരുന്നു സിജോയുടെ റീ എൻട്രി ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കി കുറച്ച് പേര് ഗെയിം കളിക്കാത്തവർ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെയുള്ളവരത് ബോധർ ചെയ്തിട്ടുമില്ല. എന്താണെങ്കിലും അവിടെയുള്ളവരുടെ ഒരു തിരിച്ച് സിജോയെ കണ്ടപ്പോൾ ഉള്ള ഒരു ആഹ്ലാദ പ്രകടനം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഇവരൊക്കെ ഇത്രയും ദിവസം സിജോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു, സിജോ ഇല്ലാത്തതിൻ്റെ വിഷമത്തിൽ മിസ് ചെയ്തിരിക്കുകയായിരുന്നു എന്നുള്ള തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് ശരണ്യൊക്കെ ആയിരുന്നു എൻ്റെ മുമ്പിൽ സിജോയോട് പോയിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നീ പോയ ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര വീക്കായിരുന്നു, ഞാൻ മെഡിക്കൽ റൂമിൽ പോവുകയുണ്ടായി, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയതായ ഒരു ഇമ്പാക്റ്റ് സിജോയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവർക്കൊക്കെ അറിയാം സിജോ ഇത്രയും ദിവസത്തെ കളി കണ്ട് 16ാമത്തെ ദിവസം ആ വീട്ടിൽ നിന്ന് പോയി പിന്നീട് 45ാമത്തെ ദിവസം തിരിച്ചു വന്ന ആളാണ് സിജോ. അപ്പൊ ഇത്രയും ദിവസത്തെ ഗെയിമിന്റെ ഒരു ഗതിയും കാര്യങ്ങളും സിജോയ്ക്ക് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാം. അവിടെയുള്ള ആളുകളെയും പേഴ്സണലായിട്ട് സിജോക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സിജോയുടെ കൂടെ നിന്നാലേ രക്ഷയുള്ളൂ
എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് സിജോയുടെ പുറകെ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് സിജോയുടെ അടുത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത്. ജാസ്മിൻ അവിടെ അബിയുടെ അടുത്തിരുന്നിട്ട് കുറെ കോംബോസിനെ പറ്റിയിട്ട് ആ വീട്ടിൽ കോംബോ വർക്കൗട്ട് ആവുന്നതിനെ പറ്റിയും വർക്ക് ആവാത്തതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ജാസ്മിന്റെയും ഗബ്രിയുടെയും കോംബോ പുറത്ത് വർക്ക് ആയിരുന്നോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഒരു ചോദിക്കുന്നുണ്ട്. അതുപോലെ ശ്രീതുവിന്റെയും അർജുന്റെയും കോംബോ എങ്ങനെയാണ്, അങ്ങനെ ഒരു കോംബോ അവിടെ ഉണ്ടായിരുന്നു, അത് പുറത്തേക്ക് അത് അത്ര വർക്കൗട്ട് ആയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്തായാലും സിജോ വന്നതിന് ശേഷം ഒരു തിരിച്ചടി കിട്ടാൻ പോകുന്നത് അർജുനാണ്. കാരണം ഈ ഒരു കോംബോയിൽ ഒരു വിള്ളൽ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള കണ്ടന്റുകളാണ് ഇന്നലെ ജാസ്മിൻ തന്നിട്ടുള്ളത്. സിജോ അവിടെ പ്ലാസ്മ ടിവിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു തീപ്പൊരിയായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്, പക്ഷെ ഞാനതൊരു കാട്ടുതീയാക്കി ഊതിപ്പെരിപ്പിക്കും എന്നുള്ള തരത്തിലുള്ള കുറച്ച് ഒരു ഡയലോഗ് KGF മോഡൽ കുറച്ച് ഡയലോഗ്സ് ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു സിജോ. എത്രത്തോളം സിജോ ഇപ്പൊ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, പിന്നെ സിജോയുടെ സംസാരം എല്ലാവർക്കും കേട്ടിരിക്കാൻ നല്ല രസമാണ്, എല്ലാവരും കേട്ടിരുന്നു പോകുന്ന തരത്തിലുള്ള സംസാരമാണ് സിജോയ്ക്കുള്ളത്. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു സമയത്ത് സിജോ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് സിജോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയപ്പോൾ 2-3 ആളുകൾ ഇവിടെ എന്നെ നന്മ മരം എന്ന് പറയുന്നതൊക്കെ കേട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സിജോ അവിടെ സ്ഥാപിക്കാൻ നോക്കുന്നത് ഞാൻ സീക്രട്ട് റൂമിലായിരുന്നു എന്നും ഞാൻ ഈ കളി കാണുന്നുണ്ടായിരുന്നു എന്നും നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞ ഓരോ കാര്യങ്ങളും എനിക്ക് അറിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ജിൻഡോയ്ക്കിട്ട് സിജോ ഒരു നടയടി പോലെ കൊടുക്കുന്നുണ്ട്. ജിൻഡോ അവിടെ പറഞ്ഞ ചില കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ജിൻഡോയ്ക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ നന്മമരം എന്ന് പറയുന്ന സമയത്ത് നോറയുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്നോടോ ഞാനോ എന്നുള്ള ഒരു രീതിയിലായിരുന്നു. കാരണം നോറയാണ് അങ്ങനത്തെ ഒരു കാര്യം സംസാരിച്ച ആളുകളിൽ ഒരാൾ നോറയായിരുന്നു. അതുപോലെ സായിയുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബിൻ ആയിരുന്നു ഇത്രയും നാള് എനിക്ക് വേണ്ടിയിരുന്നത്, അപ്പൊ സിബിൻ ഇല്ലെങ്കിൽ ഇനി സിജോയെ പിടിക്കാം. കാരണം ജിൻഡോയുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അത്രത്തോളം പോസിബിൾ അല്ല എന്നുള്ളത് സിബിനും സായിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ജിൻഡോയെ മുമ്പിൽ നിർത്തിക്കൊണ്ടിട്ട് മറ്റൊരു ഗെയിം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സിബിൻ വീണ്ടും പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് സിബിൻ ഇല്ലെങ്കിൽ സിജോ എന്നുള്ള തരത്തിലേക്ക് സായി നിൽക്കുകയാണ്. സായിക്ക് ഒരിക്കലും ഒരു ഒറ്റയ്ക്കൊരു നിലനിൽപ്പ് ആ വീട്ടിലുണ്ട് എന്നുള്ളത് തോന്നുന്നില്ല. സിജോ വന്നപ്പോൾ മുതൽ ജാസ്മിൻ ഇങ്ങനെ പുറകെ നടന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തോണ്ടിയെടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഏതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് ജാസ്മിൻ അറിയണമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് പറയുന്നുണ്ട്, ജാസ്മിൻ നിനക്ക് എന്താണ് അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നും അറിയണ്ട എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ റിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നിനക്ക് നിന്നിൽ വിശ്വാസം ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എല്ലാവരും കൂടെ ജാസ്മിനെ ടീസ് ചെയ്യുന്ന ആ ഒരു ഓണവില്ല് സീനൊക്കെ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ക്ലാരിറ്റി ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി വല്ലാതെ കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നു ജാസ്മിനും റസ്മിനും ഗബ്രിയും കൂടെ കൂടിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ അവിടെ സ്ഥാപിച്ചെടുക്കണം, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്നുള്ളതും അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ പ്രണയമാണ് എന്നുള്ളതും അവിടെ സ്ഥാപിച്ചെടുക്കണം. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സംഭവം ഇനി ഉണ്ടാവില്ല എന്നുള്ളതും ഇനി ഞാൻ ഗെയിം കളിക്കും എന്നുള്ളതും പ്രേക്ഷകർക്ക് കൊടുക്കണം. ആ പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ജാസ്മിൻ അവിടെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന്റെ ക്ലാരിറ്റി ഇപ്പൊ വേണം എന്നുള്ളതാണ് ജാസ്മിനോട് പറയുന്നത്. പക്ഷെ ജാസ്മിന് കറക്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്, ഇതെന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രേക്ഷകർക്കാണ് ആ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നത്. എന്തായാലും ഇന്നലത്തോടെ ആ ക്ലാരിറ്റിയും കിട്ടിയിട്ടുണ്ട്. കാരണം ജാസ്മിൻ ഗെയിം കളിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇത്രയും ദിവസം ഉണ്ടായിരുന്ന പോലെയല്ല. ഗബ്രി ഗെയിം കളിക്കോ ഇല്ലയോ എന്നുള്ളതിനപ്പുറം ജാസ്മിൻ ഗെയിം കളിക്കുകയാണ്. ജാസ്മിന് ഇന്നലത്തെ ആ ഒരു സംഭവങ്ങൾക്കൊക്കെ ശേഷം ഉണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ കൂസിയിട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് ജാസ്മിന്റെ പ്രകടനം ഉണ്ടായിരുന്നത്. റസ്മിൻ ഇതിന്റെ ഇടയ്ക്ക് രണ്ടുപേരെ നടക്ക് പെട്ടല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എങ്കിലും ജാസ്മിന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ റസ്മിൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ റസ്മിന്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പെട്ടുപോയി എന്നാലും കുഴപ്പമില്ല, കിട്ടിയ ചാൻസ് അല്ലേ എന്നുള്ള രീതിയിലാണ് റസ്മിന്റെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഗബ്രിക്ക് വിദഗ്ധ വൈദ്യ പരിശോധന വീണ്ടും ആവശ്യമായി വരുന്നു. പിന്നെ മെഡിക്കൽ റൂമിൽ പോകുന്നു, വല്ലാണ്ട് തളർന്നു കുത്തി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം മെഡിക്കൽ റൂം ചൂസ് ചെയ്യുന്നു, അവിടെ ചെല്ലുന്നു. അതിനുശേഷം കുറച്ച് ടൈം കഴിയുമ്പം എലിക്സർ കുടിച്ച ഒരാളെ പോലെയായിട്ട് വീണ്ടും ഒരു കംബാക്ക് നടത്തുന്നു. ഇത് തന്നെയാണ് ഗബ്രിക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം ഇപ്പൊ ഈ പറയുന്ന എലിക്സർ ആവശ്യമായിട്ടുണ്ട്. പിന്നെ പവർ റൂം ടാസ്ക് ഉണ്ടായിരുന്നു. ആ ഒരു ടാസ്കിൽ 3 ടീമുകളും ഒരു സമനിലയിലായിട്ടുണ്ടായിരുന്നത്. പ്ലാസ്മ ടിവിയിൽ കാണിക്കുന്ന കുറച്ച് കാർഡ്സ് അതേ ക്രമത്തിൽ നിരത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ടാസ്ക്. അതിൽ 3 ടീമുകളും ഓരോ റൗണ്ടിൽ ഓരോ പോയിന്റ് വെച്ച് നേടി 3 ടീമുകളും ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ മൊത്തത്തിൽ ടോട്ടൽ ആയിട്ടുള്ള ഈ ഒരു വീക്കിന്റെ ടാസ്കുകളുടെ ഇത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ജാസ്മിന്റെയും ജിൻഡോയുടെയൊക്കെ ആ ഒരു ടീമാണ് ജയിച്ചിരിക്കുന്നത്. അവരാണ് ഇനി പവർ റൂമുമായിട്ട് മത്സരിക്കാൻ പോകുന്നത്. പവർ റൂം
ഇനി അവർക്കാണോ അതോ പവർ റൂം നിലനിർത്തുമോ എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അതുപോലെ ജാസ്മിൻ ഗബ്രിക്ക് നേരെ കളിച്ചാൽ പിന്നെ ഗബ്രി ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഗബ്രി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഗബ്രി അത് ശരിക്കും മനസ്സിലാക്കി തന്നെ ശ്രീധുവിനോട് സംസാരിക്കുന്ന ഒരു സീൻ കാണുമ്പോൾ മനസ്സിലാവും ജാസ്മിൻ ശരിക്കും കളിക്ക് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ ഇറങ്ങാൻ പോകുന്ന ആ ഒരു ഇതിനെ വല്ലാണ്ട് ഗബ്രി പേടിക്കുന്നുണ്ട്. ആ പേടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ പോലും ഏറെക്കുറെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഗബ്രി ഇപ്പം നല്ല രീതിക്ക് മെന്റലി വീക്ക് ആവുന്നുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ. പക്ഷെ പോകെ പോകെ കുറച്ചുകൂടി അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും ജാസ്മിന് മുമ്പേ ഗബ്രി ഔട്ടായി പോകും എന്നുള്ളതാണ് ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്.